വെൽക്കം ടു നേഹാസ് കിച്ചൻ. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ആദ്യമായി ഞാനൊരു കാര്യം പറയാം. ഞാൻ ആക്ച്വലി മലയാളിയല്ല. എൻ്റെ നേറ്റീവ് പ്ലേസ് ഹൈദരാബാദ്. പിന്നെ ഞാൻ ജനിച്ചു വളർന്നതെല്ലാവും അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ സെറ്റിൽഡ് ഇൻ കേരള. എൻ്റെ ലാംഗ്വേജിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വ്യത്യാസം തോന്നുമായിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ മലയാളിയല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എൻ്റെ ലാംഗ്വേജ് ഇവിടെ സ്റ്റൈലിഷായിട്ട് സംസാരിക്കുന്നു, ഇവർക്ക് മലയാളം അറിഞ്ഞൂടെ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറില്ലേ? അതുകൊണ്ടാണ് എന്നെപ്പറ്റി ഞാൻ ഫസ്റ്റ് പറയുന്നത്. എനിവേ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാൽക്കോവ. അത് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മതി, നമുക്കതങ്ങ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ഞാൻ എല്ലാവും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മിൽക്ക് പൗഡർ, മിൽക്ക്, ഇത് ഷുഗർ പൗഡർ. എൻ്റെ വീട്ടിലോ അധികം മധുരം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഷുഗർ കുറച്ച് ഓൾറെഡി നമുക്ക് മിൽക്ക് പൗഡറിലൊക്കെ കുറച്ച് മധുരം കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെസ് ആക്കിയത്. പിന്നെ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം കൂട്ടി ചേർക്കാം, വേണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനങ്ങ് മധുരം ഇടാം. പിന്നെ ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മതി നമുക്കൊക്കെ പാൽക്കോവ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. പിന്നെ എല്ലാവും ഒരേ അളവിലാണ് ഞാൻ എടുത്തത്. ഈ മിൽക്ക് പൗഡർ സെയിം നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടൂലേ, എവറിഡേ, അങ്ങനെ ഏത് പൗഡർ ആയാലും നോ പ്രോബ്ലം, ഏതായാലും നമുക്കങ്ങ് എടുക്കാം. ഓക്കെ. പിന്നെ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് തുടങ്ങാം. നമുക്കിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഞാനിവിടെ മിൽമയുടേതാണ് എടുത്തത്. നമുക്കിത് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് പാൽ ചേർക്കാം. നമുക്കിത് ബോയിലായി, കുറച്ചും കൂടി ബോയിലായി വന്നപ്പോഴത്തേക്ക് നമുക്കിതിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ നമ്മുടെ മിൽക്കൊക്കെ തിളച്ച് വരുന്നു. നമുക്കിപ്പം ഇതിലോട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉടനെ തന്നെ അങ്ങ് ഷുഗർ പൗഡർ കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചേർത്തിട്ടുണ്ട്, മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്, മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോ ചിലപ്പോഴേക്ക് കട്ടിപ്പിടിക്കാറുണ്ടല്ലോ, അതൊന്നും കട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കങ്ങ് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്നപ്പോഴത്തേക്ക് ചെറിയൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ ഇത് നമുക്ക് എളുപ്പത്തിനാവുന്നതാണ്. നമുക്കൊക്കെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിപ്പോൾ ഒന്ന് കണ്ടോ, ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് നമുക്കിത് ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് പ്രിപ്പയർ ആക്കാനുള്ള ഐറ്റമാണ്. പിന്നെ എൻ്റെ മോക്കൊക്കെ 2 പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം മധുരങ്ങൾ. എൻ്റെ മോന് കാണാൻ ഏറ്റവും ഇഷ്ടം. ഇപ്പം ഇതവന് തിന്നുന്ന വരെ പാത്രം മാറത്തില്ല. അവനക്ക് ഏതെങ്കിലും പ്രിപ്പയർ ചെയ്ത സ്വീറ്റിനോടാണ് ഭയങ്കര താല്പര്യം. പിന്നെ മോള് കൂടെ അതുപോലെ തന്നെ കഴിക്കും. അവൾ കൊച്ചുകുട്ടി ആയതുകൊണ്ട് പിന്നെ അതിനായിട്ടുള്ള ലിമിറ്റേഷൻസൊക്കെ ഉണ്ടല്ലോ. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. കണ്ട, ഇതിപ്പം നല്ല ക്രീം പോലെ ആയി വരുന്നു, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പാനിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ആയി വരുന്നു, നല്ല തിക്കായിട്ടങ്ങ് വരുന്നു. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പാനിൽ നിന്ന് എല്ലാവും സെപ്പറേറ്റായിട്ടങ്ങ് വരണം. വന്നു കഴിഞ്ഞ ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റണം. മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പാൽക്കോവ നമുക്ക് ഏത് ഷേപ്പിലാണ് ഇഷ്ടം അതങ്ങ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്കതിന് ബദാം, പിസ്ത, പിന്നെ കാഷ്യൂ നട്ട്സ്, നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്
അത് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്ത് അങ്ങ് എടുക്കാം. കണ്ടോ, ഇപ്പോൾ കുറേ കൂടി അങ്ങ് തിക്കാവും. ഒരു 2 മിനിറ്റ്സിൽ നമുക്കിതങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് മാറാം. നമുക്ക് ചിലപ്പോൾ തോന്നും ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്, ഇത് എത്ര സമയം വരെ വേവിക്കണം, എന്താണുള്ളത് നമുക്കൊക്കെ മനസ്സിലാവും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആവുന്നതൊക്കെ നമുക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. പാനിൽ നിന്ന് നമുക്കിങ്ങനെയൊക്കെ സെപ്പറേറ്റായി വരുന്നു. ഇനി കുറച്ചും കൂടി നമുക്കങ്ങ് തിക്നെസ് ആയാൽ നമുക്കങ്ങ് ഉടനെ അങ്ങ് മാറ്റി കുറച്ചും കൂടി ഇത് റൂം ടെമ്പറേച്ചർ വന്ന് കഴിഞ്ഞ ശേഷമേ നമുക്ക് കൈ വെച്ച് അങ്ങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നല്ല ചൂടിട്ടോ സൂക്ഷിക്കണം. ഇതിലേക്ക് കുറച്ച് നമുക്ക് ഏലക്കാപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് നമുക്കങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ബോൾ സൈസ് പോലത്തെ കയ്യിൽ എടുത്തിട്ട് അതിനുശേഷം നമുക്ക് 2 കൈയും വെച്ച് ഒരു ബോൾ പോലെ, ചെറിയൊരു ബോൾ പോലെ ഇങ്ങനെയൊക്കെ പതുക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നടുക്കൊരു പ്രസ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ഇതിന് ഒരു ബദാം വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങളിഷ്ടം, നിങ്ങൾക്ക് ബദാമാണോ ഇഷ്ടം, പിസ്താണോ ഇഷ്ടം, ഏതാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങളങ്ങ് ചെയ്യുക. നമുക്കിതൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഒരു ചെറിയൊരു നാരങ്ങ സൈസ് ഒരു ബോൾ എടുക്കാം. ഒരു ചെറിയ ലെമൺ സൈസ് ബോൾ എടുത്തിട്ട് നമ്മൾ 2 കയ്യിൽ വെച്ച് റൗണ്ട് പോലെ നമ്മൾ ആക്കി കഴിഞ്ഞ ശേഷം നടുക്ക് വെച്ച് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെ. ഫ്രണ്ട്സ്, നമുക്കിവിടെ പാൽക്കോവ റെഡിയായി. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ കണ്ടോ, നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നത് ഭക്ഷണം എത്രമാത്രം ശരിയാണെന്നുള്ളത് നമുക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഒരുപാട് കെമിക്കൽസും അതും ഇതെന്നൊക്കെ എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിലോ നമുക്ക് അറിയാവുന്ന ഒരു ഇതിലോ നമ്മളങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ മാതാപിതാക്കൾക്ക്? അതല്ലേ അമ്മയ്ക്ക് ആഗ്രഹം? എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക, അവർക്ക് ഒരു ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമുക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.